ചന്തു സാബ്, സാബിനൊരു കത്തുണ്ട്. എനിക്കായിരിക്കില്ല. എനിക്കങ്ങനെ കത്തെഴുതാൻ ആരുമില്ല. ഇല്ല സാബ്, ഇത് സാബിന് തന്നെയാ. സാബ് ഉണ്ടായിരുന്ന ക്യാമ്പിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് റീഡയറക്ട് ചെയ്തിരിക്കുക. ചന്തു, ഇത് ഞാനാടാ, ജോയി, ചക്കച്ചാമ്പറമ്പിലെ ജോയി. നീ ജീവിച്ചിരിക്കുന്നെന്നും ആൻഡമാനിലെ മിലിറ്ററി ക്യാമ്പിൽ ഒരു പട്ടാളക്കാരനാണെന്നും ഞാൻ ഈയിടെയാണ് അറിഞ്ഞത്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ വന്ന് നിന്നെ കാണുമായിരുന്നു. ഇപ്പോൾ ഞാൻ നാട്ടിലാണ്. അന്നത്തെ ആ ദുരന്തത്തിന് ശേഷം പോണ്ടിച്ചേരിയിലേക്ക് പോയിട്ടില്ല. അല്ലെങ്കിലും ഞാൻ എന്തിനാണ് അവിടെ പോകുന്നത്? നീ ഇല്ലാത്ത, നമ്മുടെ അരവിന്ദനില്ലാത്ത പോണ്ടിച്ചേരി എനിക്ക് എന്തിനാണ്? പക്ഷെ ഇപ്പൊ നീ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോ എനിക്കൊരാഗ്രഹം, ഒരു വട്ടം കൂടെ അവിടെ പോണം, നിന്നെയും കൊണ്ട്. അവിടെ നമ്മുടെ അരവിന്ദന്റെ കുഞ്ഞുണ്ട്. അവനെ കാണുമ്പോ നീയും എന്നോടൊപ്പം ഉണ്ടാവണം. എനിക്കറിയില്ല അരവിന്ദന്റെ ഭാര്യയ്ക്കും വീട്ടുകാർക്കുമൊക്കെ നിന്നോടുള്ള വൈരാഗ്യം തീർന്നോ എന്ന്. അതുപോലെ നിനക്ക് അവരോടുള്ള വൈരാഗ്യവും തീർന്നോ എന്നെനിക്കറിയില്ല. എങ്ങനെയായാലും നീ വരണം. അടുത്ത ക്രിസ്മസ് അവധിക്കാലത്ത് നമ്മൾ വീണ്ടും പോണ്ടിച്ചേരിയിൽ കണ്ടുമുട്ടണം. ഇത് വെറും ഒരു അഭ്യർത്ഥനയല്ല, ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ അവസാനത്തെ ആഗ്രഹം. നീ വരുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിന്റെ ജോയി, ചക്കച്ചാമ്പറമ്പിൽ ജോയി. ജോയി പോയി ഇപ്പൊ കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഏറ്റവും പുതിയത് ഉണ്ടാക്കി തരാം. ചന്തു, പട്ടെടുക്കാൻ ചെക്കൻ സമ്മതിക്കണില്ല. ഞാൻ അകത്ത് കയറിയപ്പോ എന്റെ കഴുത്തെ പിടിച്ച് തള്ളി പുറത്താക്കി. അവന്റെ ഒരു പോസ് ഉണ്ടല്ലേ, വക്കീൽ അവനാണെന്നാ അവന്റെ വിചാരം. വീട്ടിൽ നിന്ന് ആരും ഉപദേശിക്കാത്തതിന്റെയാ. ഇന്നാണ് ഞാനൊന്ന് ഉപദേശിക്കാൻ ചെന്നതാ. അപ്പോ അവനെന്റെ വായിൽ മണ്ണ് വാരിയിട്ടു. ജിമ്മി, എന്തായി ബഹളം? ഞങ്ങൾ പട്ടം എടുക്കാൻ വന്നപ്പോ അതെന്നാ പട്ടി അയച്ചു വിട്ടു. നിനക്ക് എന്താ അരവിന്ദ? ആ കുട്ടികൾ അവരുടെ പട്ടം എടുത്തോണ്ട് അങ്ങോട്ട് പൊക്കോളൂല്ലേ? അമ്മ ഒന്നും പറയണ്ട, ഇത് എന്റെ മുറ്റത്ത് വീണ പട്ട. ഇപ്പോഴെന്റെ ഉടമസ്ഥൻ ഞാനാ. അതെ, അവനൊരു വാശിക്കാരനാ. നിങ്ങളൊരു കാര്യം ചെയ്യ്, കുറച്ച് കഴിഞ്ഞിട്ട് വാ, ഞാൻ ഡ്രൈവറെ കൊണ്ട് എടുപ്പിച്ചു വെക്കാം. ഡ്രൈവറെ കൊണ്ട് കണ്ടെടുപ്പിക്കുമ്പോഴേക്കും അവനത് നശിപ്പിച്ചിട്ടുണ്ടോ? അതിനു മുമ്പ് പട്ടം ജീവനോട് കിട്ടണമെങ്കിൽ ഒരൊറ്റ മാർഗയുള്ളൂ, പെണ്ണുങ്ങളിറക്കാം. പെണ്ണുങ്ങള്? ആ, പെണ്ണുങ്ങള്. പെണ്ണുങ്ങളെന്ന് ചോദിച്ചാ അവൻ എന്തും ചെയ്യും. ഹായ്, നല്ല ഭംഗിയുള്ള പട്ടം അരവിന്ദന് ഉണ്ടാക്കിയതാ. ആ, എന്താ വേണോ? വേണ്ട, അരവിന്ദന്റെ അല്ലേ. അത് സാരല്ല, റോസ്മേരി എടുത്തോ. അയ്യോ വേണ്ട. എടുത്തോമേ, റോസ്മേരിക്ക് ഇത് ഇഷ്ടപ്പെട്ടതല്ലേ. താങ്ക്സ്. വെൽക്കം. എനിക്കത് വേണ്ട.
നിന്റെ അല്ലേ കരയാണ്ടിരുന്നേ. നിന്റെ അടുത്തല്ലേ പറഞ്ഞത് അടങ്ങിയിരിക്കാൻ, കരയാതിരിക്കാൻ. കണ്ടോടി അസത്തെ, നിന്നേക്കാൾ കുഞ്ഞല്ലേ. ഒന്ന് നിന്നേ. മിടുക്കനാണല്ലോ. എന്താ മോന്റെ പേര്? ചിന്നൻ. അയ്യേ, പേര് ചോദിച്ചാ ഏട്ടനാ പറയാ, ചിന്നനല്ലേ പറയണ്ടേ? അവന് പറയാൻ പറ്റില്ല, അവൻ സംസാരിക്കാത്ത കുട്ടിയാ. ഒന്നുമില്ലെന്ന് നീ കരയാണ്ടിരിക്കേ. ഡോണ്ട് വറി, ഷീ ഈസ് ഓൾ റൈറ്റ്. എന്റെ പൊന്നുമോളെ, ബാക്കി അല്ലേ വേണ്ട, ബാക്കി താനെടുത്തോ. ആരാത്? ഞാനാ ചക്കച്ചാമ്പറമ്പിലെ ജോയി. ആഹാ, ജോയിയോ? പോണ്ടിച്ചേരിന്ന് നീ എപ്പോ എത്തി? ഞാൻ വരുന്ന വഴിയാമ്മേ. എങ്ങനെയുണ്ട് അവിടെ? ജോലിയൊക്കെ കിട്ടിയോ? എവിടെ, ഒന്നും ശരിയായില്ല. ഒടുക്കം ഞാൻ എന്റെ ഇളയപ്പന്റെ കൂടത്തിന് അങ്ങോട്ട് കൂടി. ആഹാ, അത് നന്നായി. ഇളയപ്പൻ എന്താ ജോലി? ഇളയപ്പന് ജോലിയൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാ ജോലി അന്വേഷിച്ച് നടക്കുന്നത്. എങ്കി പിന്നെ അന്യ നാട്ടിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടാണ്ട് ഇങ്ങോട്ട് പോന്നൂടെ നിനക്ക്? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ ഒരു കെട്ടിടം പെയിന്റ് ചെയ്യാനുള്ള കോൺട്രാക്ടിന് വേണ്ടി ഇളയപ്പൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയായി വന്നാൽ ഉടനെ ഞാൻ തിരിച്ചു പോകും. അല്ല, അരവിന്ദനും ചന്തു എന്താ ഇവിടെ ഇല്ലേ? രാവിലെ അമ്പലത്തിൽ പോയതാ, അവിടെ ഉണ്ടാവും രണ്ടാളും. അയ്യോ, ഞാൻ കാറും വിട്ടല്ലോ. ഇല്ലെങ്കിൽ എനിക്ക് അവിടെ പോയി ഇറങ്ങായിരുന്നു. അതിനെന്താ, ഉമ കോളേജിൽ പോകുന്ന വഴിയല്ലേ, അവൾ അവിടെ ഡ്രോപ്പ് ചെയ്യും. ഉമേ. ഹായ്, ജോയിച്ചാനോ? ആളെ കാണാനില്ലല്ലോ. ഇപ്പൊ എവിടെയാ? ഇപ്പൊ ഇവിടെയാ. അത് മനസ്സിലായി. എവിടെയോ ജോലി കിട്ടി, മല മറിക്കുന്നൊക്കെ പറഞ്ഞു പോയിട്ട് മതിയായോ? എനിക്ക് മതിയായില്ല, അവർക്ക് എന്നെ മതിയായി. ഓഹോ, അപ്പൊ അവിടെ ബുദ്ധിയുള്ളവരും ഉണ്ട്. ഞാൻ ചെന്നതിന് ശേഷം അവർക്ക് ബുദ്ധി വെച്ചു. ഹും. ഈ ബാഗ് ഇവിടെ ഇരിക്കട്ടെ. ഉമ്മ കോളേജിലേക്കല്ലേ? ഞാനുണ്ട്. കോളേജിലേക്കോ? ആ, നീ അല്ല. പോകുന്ന വഴിക്ക് അവനെ ഒന്ന് അമ്പലത്തിന് മുന്നിൽ ഇറക്കിയരെ. അരവിന്ദനും ചന്തു ഉണ്ടല്ലോ അവിടെ. ആഹാ, ഫ്രണ്ട്സിനെ കാണാണ്ട് ശ്വാസം മുട്ടി നിൽക്കുകയാണല്ലേ. വാ. ഇതിലാണോ പോകുന്നത്? പിന്നെ എന്തില്ലെന്നാ കരുതിയ? ഫ്ലൈറ്റിലാണെന്നോ? കേറിങ്ങോട്ടോ. ഇതിൽ ഞാനില്ല. എന്താ?
ഇതിൽ കയറി ശരിയാവില്ല. എന്താ ശരിയാവാത്ത? നിനക്കെന്താ ജോയി? നിന്റെ കുഞ്ഞു പെങ്ങളല്ലേ അവള്? അവളുടെ കൂടെ സ്കൂട്ടറിൽ പോയാലെന്താ? താങ്ക്സ്, താങ്ക്സ് അലോട്ട്. കൊണ്ടുവന്ന് വിട്ടതിനല്ല, ജീവൻ തിരിച്ചു തന്നതിന്. എന്തിനാ ആദ്യം എന്റെ പുറകെ കേരളാന്ന് പറഞ്ഞ? അതിനുള്ള ശിക്ഷയാ. ഇറങ്ങ. ഇവിടെ പെണ്ണുങ്ങളും താല്പര്യമൊന്നും കാണുന്നില്ലല്ലോ. അത് ശരി. അപ്പൊ കൂട്ടുകാരെ കാണാനല്ല, പെണ്ണുങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നത്. അതല്ല, പെണ്ണുങ്ങളും താല്പര്യമൊന്നും ഇല്ലെങ്കിൽ അരവിന്ദൻ അമ്പലത്തിലേക്ക് വരാറില്ലല്ലോ. ജോയിച്ചായി മറന്നോ? ഇന്ന് ചിന്നന്റെ ആണ്ടല്ലേ? ചന്തോട്ടൻ ബലിയിടാൻ വന്നതാ. വർഷം 9 കഴിഞ്ഞില്ലേ ചന്തു? പിന്നെ നീ ഇങ്ങനെ? 9 അല്ല, എത്ര വർഷം കഴിഞ്ഞാലും എന്റെ ഈ വേദന മാറാൻ പോണില്ല. അവനെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോടാ. കൂട്ടുകാരൻ വന്ന് കാത്തിരിപ്പുണ്ട്. ഇതാ നീയെപ്പത്തി കുറച്ചേരായി. ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? ഉവ്വ. നീ പോയ ജോലി എന്തായി? പോയ ജോലി പോയി. പോയാ? എന്ത് ജോലിയായിരുന്നു? പോണ്ടിച്ചേരി ചന്തയിൽ വളക്കച്ചവടം. വളക്കച്ചവടോ? അപ്പൊ പെമ്പിള്ളേരുടെ കൈക്ക് പിടിക്കാൻ നല്ല ചാൻസ് ആയിരിക്കും അല്ലേ? ചാൻസ് ആയിരുന്നു. അങ്ങനെയാണല്ലോ ജോലി പോയത്. എങ്ങനെ എങ്ങനെ എങ്ങനെ? അവിടുത്തെ ഒരു കൗണ്ടറുടെ സുന്ദരിയായ മകൾ ഒരു ദിവസം വളയിടാൻ വന്നു. ഞാൻ അവളുടെ കൈക്ക് ആസ്വദിച്ചൊന്ന് പിടിച്ചു. ആസ്വദിക്കണമല്ലോ. എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു പറഞ്ഞു. എന്ത് പറഞ്ഞു? പിടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞു. എന്നോടല്ല, പോലീസുകാരോട്. പിന്നെ 3 ദിവസം കഴിഞ്ഞ് എന്നെ ലോക്കപ്പിന് വിട്ടത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കറുത്ത തുപ്പട്ട. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എടാ, കറുത്ത തുപ്പട്ടക്കാരിക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. ഞാൻ എന്താ വരുന്നേ? ഇവന്റെ ഈ ഗുഡ് മോർണിംഗിന് ഇപ്പോഴും ഒരു കുറവില്ല അല്ലേ? നിന്റെ സൂക്കേടിന് ഇപ്പോഴും ഒരു കുറവില്ലല്ലോ. പിന്നെന്താ? അതുപോട്ടെ, നീ എന്തിനാ എന്നോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞ് കത്തയച്ചത്? പറയാം, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. വാ. എന്താടാ പറയാനുള്ളത്? എന്താണെന്ന് വെച്ചാ പറ. ചിഹ്നം മരിച്ച ശേഷം നീയും കൂടെ നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ അരവിന്ദന്റെ കൂടെ താമസമാക്കിയത്. ഇപ്പൊ തോന്നുന്നു അത് വേണ്ടായിരുന്നു. ഒരു കാരണവശാലും ഞാൻ ആ വീട്ടിൽ പോയി താമസിക്കാൻ പാടില്ലായിരുന്നു. എന്താ? അവന്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അവരെന്നെ എന്തെങ്കിലും പറയോടാ. പിന്നെന്താ പ്രശ്നം? പ്രശ്നം ഉമയാണ്. ഇങ്ങനെ വളച്ചുകെട്ടി പറഞ്ഞാൽ മനസ്സിലാവാൻ ഞാൻ ബുദ്ധിജീവിയൊന്നല്ല. നീ കാര്യം പറ. ഞാൻ അവളുടെ ഏട്ടന്റെ കൂട്ടുകാരനല്ലേ. എന്നെ അവൾ എങ്ങനെയാ കാണേണ്ടത്? ഇപ്പൊ എങ്ങനെയാ കാണുന്നത്? കുഴപ്പ പ്രേമ. ആ, അവളുടെ മനസ്സിൽ എന്ത് കുന്തമാണെന്ന് എനിക്കറിഞ്ഞൂടാ. നിന്റെ മനസ്സിൽ എന്ത് കുന്ത? അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. എനിക്ക് ആ വീട്ടിലോട്ട് പോകാൻ തന്നെ പേടിയാണ്. അവക്കൊന്നിനും ഒരു ബെല്ലും ബ്രേക്കും ഇല്ല. എന്ത് പറഞ്ഞാലും മനസ്സിലാവുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അവളെ മനസ്സിലാക്കിക്കണം. അതെ, ഞാൻ പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല. കാരണം അവളുടെ പ്രായത. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ എന്ത് കൂടുവോത്രം ചെയ്തിട്ടാണെങ്കിലും അവളെ ഇതിന്ന് പിന്തിരിപ്പിക്കണം. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിക്കളയും. പറഞ്ഞേക്കാം. ഓക്കെ. ഇതെന്താ രണ്ടുപേരും കൂടെ? ഹേയ്, ചുമ്മാ. ഈ കണ്ണടയെ പോച്ചു. കണ്ണട? അയ്യേ, എന്താ ഇത് കണ്ണടയൊക്കെ വെച്ച്? വയസ്സായ പോലെ എടുത്തോ? അതെ, ഇങ്ങോട്ട് വന്നേ. കാര്യം പറഞ്ഞോട്ട്. ഒരു കാര്യവും പറയണ്ട. ജംഗ്ഷനിലേക്ക് വാ.